ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നുമല്ല. ദൈവാലയത്തിലാണ് ഈശോയെ സമർപ്പിച്ചത്. അതുകൊണ്ട് നമ്മളും ദേവാലയത്തിലാണ് കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നത്. അവരെ ദൈവത്തോട് ചേർത്ത് വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ ഹൃദയത്തിൻ്റെ താല്പര്യം നഷ്ടപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്നു മുതൽ രണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടിയുള്ള ഉത്തരവാദിത്തം മാതാപിതാക്കളായ നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. കാരണം ഈ കാലഘട്ടം അത്ര എളുപ്പമുള്ള ഒരു കാലഘട്ടമൊന്നുമല്ല, അത്ര സുഗമമായ കാലഘട്ടമൊന്നുമല്ല, അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അന്തരീക്ഷത്തിൽ വളർന്നു വരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധിയും നന്മയും ഒക്കെ കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ തലത്തൊട്ടമ്മയും വലിയ ഉത്തരവാദിത്തമാണ്. എനിക്ക് തോന്നുന്നത് ശരിക്കും ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുണ്ടകത്തലച്ഛൻ്റെ മുറിയിലിരിക്കുമ്പോൾ അവിടെ ഈ ഒപ്പിടാനായിട്ട് തലത്തൊട്ടമ്മയുടെ ഒരു ഫോം പൂരിപ്പിക്കാൻ വന്നപ്പോൾ ഈ അച്ഛൻ പറയുന്നത് കേട്ടോ, ശരിക്കും നിങ്ങളാണ് ഇനി ആ കൊച്ചിൻ്റെ ഒരു ആത്മീയ തലതൊട്ടപ്പൻ. വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, ഇപ്പോൾ എലിസബത്ത് കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ആദ്യം സ്തുതി മേടിക്കേണ്ടത് തലതൊട്ടമ്മയാണെന്നാണ് പറയുന്നത്. അത് എനിക്കും ആദ്യമായിട്ട് ഞാനത് കേട്ടത്. പക്ഷേ അത്രയേറെ പ്രാധാന്യമുണ്ട്. കാരണം എലിസബത്തും സക്രിയായും ഈശോയെ കയ്യിലെടുത്തതുപോലാണ് നിങ്ങൾ ഈ കൊച്ചിനെ കയ്യിലെടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇന്നു മുതൽ നിങ്ങൾക്കൊരു ആത്മീയ സന്താനത്തെ ലഭിക്കുകയാണ്. ശരീരത്തിൽ നിന്നല്ല, സ്പിരിച്വൽ ഒരു ബോണായിട്ടുള്ളൊരു കൊച്ചിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇന്നോട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ എലിസബത്തിനെയും കൂടി തീർച്ചയായിട്ടും ഓർക്കണം. എലിസബത്തിനെ കരങ്ങൾ ഏൽക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. വേറെ ആർക്കും കിട്ടിയില്ല ആ ഭാഗ്യം, നിങ്ങൾക്കാണത് കിട്ടിയത്. അപ്പം അതുകൊണ്ട് ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ആ കുഞ്ഞ് വളർന്നു വരുന്ന ഓരോ ആത്മീയ ഘട്ടത്തിലും നല്ല ഒരു പെൺകുട്ടിയായിട്ട് വളരുവാൻ സഭയോടും വിശ്വാസത്തിലും ഒക്കെ ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കൾക്ക് അനുസരണയുള്ള ലോകത്തിന് പ്രകാശം നൽകുന്ന നല്ലൊരു കുഞ്ഞായി വളർന്നു വരാനായിട്ട് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, വർഷങ്ങൾ എത്രയായാലും ഒരു കാര്യം തലത്തൊട്ടമേ ഓർക്കുക, നല്ല കൊച്ചാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്നും അവർ നല്ലത് പറയും. അല്ലെങ്കിൽ ആ കൊച്ച് പിടിച്ചവിടെ അറിയാം അവളുടെ ഭാവി നല്ലതാണെന്ന്. എലിസബത്ത് എങ്ങാനും മോശമായി പോയെങ്കിൽ മോളെ മരിക്കുന്നവരെ ആ പേര് ദോഷം നിൻ്റെ തലയിൽ കിടക്കും. അല്ലെങ്കിൽ അവളുടെ കയ്യിൽ കൊടുത്തപ്പോഴേ ഓർത്തതാണ് അതിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഇവരെ അറിയാൻ രണ്ടുപേരും നല്ല പിള്ളേരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹാവ് ടു പ്രേ, എന്നും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഒരു ആത്മീയ സന്താനത്തെ ദൈവം തരുമ്പോൾ ഈശോയെക്കുറിച്ച് സക്രിയ ഈശോയൊക്കെ പൂഴ്ത്തി പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ചുമ്മാ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ തരുകയാണ്. എൻ്റെ പരിപാടി കഴിഞ്ഞതല്ല, ഇന്നോട്ട് നിങ്ങൾ ഈ കുഞ്ഞ് മരിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് അവളുടെ ജീവിതാവസാനം വരെ ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ജയിലൊക്കെ ഓർക്കണം, എങ്ങാനും ആ കൊച്ച് മടത്തിൽ പോയില്ലെങ്കിൽ, കല്യാണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ആദ്യമേ സ്തുതി മേടിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. എല്ലാത്തിനും ആദ്യ കുർബാന സ്വീകരണം വരുമ്പോഴൊക്കെ, കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുക്കുന്നത്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, ഈ കൊച്ചിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എലിസബത്ത് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നന്മ നിറഞ്ഞ ഒരു നല്ല കുഞ്ഞായിട്ട്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന പോലെ നന്മ നിറഞ്ഞവളായിട്ട് അവൾ വളരാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാമോദിസ വഴി ദൈവത്തിലേക്ക്